ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ XE-RGB എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ചുമരിലൊക്കെ ഇങ്ങനെ നമുക്ക് മറ്റേ RGB ലൈറ്റ് കത്തിക്കാൻ പറ്റുക, ഗാലക്സി ഇത് പരിപാടികളൊക്കെ. അപ്പം അത് എടുക്കുന്ന ആൾക്കാർ ഇതിപ്പം വില വന്നിട്ട് 1000-1100 രൂപ റേഞ്ചേ ഉള്ളൂ. അപ്പോൾ എടുക്കുന്ന ആൾക്കാർ കസ്റ്റമേഴ്സൊക്കെ വലുതായിട്ട് ഇതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊന്നും അങ്ങനെ ഇടാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ കാണിച്ചു തരാം, എൻ്റെ ക്വാളിറ്റിയും കൂടെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഓർഡർ ചെയ്യുമ്പം ഇങ്ങനൊരു ബോക്സിനകത്താണ് ഈ സാധനം പറഞ്ഞത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കയറി നോക്കിയാൽ മതി. അപ്പോൾ ഇത് പൊട്ടിക്കുമ്പം ഇതിനകത്ത് എന്തൊക്കെ വരുമെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു കവറിൽ പൊതിഞ്ഞാണ് ആ സാധനം പറഞ്ഞത്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബില്ല് കാര്യങ്ങൾ കിട്ടും, അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിൻ്റെ കൂടെ ഒരു റിമോട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ക്വാളിഫൈഡ് സർട്ടിഫിക്കറ്റ് ആണ്, ഇത് ഇന്ന ദിവസമാണ് പറഞ്ഞതെന്നുള്ള സാധനം കാണിക്കും, അത് മാറ്റി വയ്ക്കാം. പിന്നെ ഇത് നിർത്താനുള്ളൊരു സ്റ്റാൻഡാണ്, ആ സ്റ്റാൻഡ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഒരുമാതിരി ഒരു പ്ലാസ്റ്റിക്കും വേറൊരു മെറ്റീരിയലും കൂടെ ചേർന്ന ഒരു സാധനമായിട്ടാണ് പറഞ്ഞത് ഗൈസ്, അത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു കണക്ടറാണ്, ഇതാണ് നമുക്ക് ചാർജിങ് ബ്രിക്കിൽ കണക്ട് ചെയ്തിട്ട് ഇത് നമുക്ക് അതിൻ്റെ മൂട്ടി കൊടുക്കുമ്പോഴാണ് ഇത് നമുക്ക് കത്തണത്. പഴയ മറ്റേ വാക്ക്മാനൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ പിന്ന് മനസ്സിലാവും, ആ ഒരു പിന്നാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. USB-Cയോ അല്ലെങ്കിൽ ലൈറ്റ്നിങ്ങോ അങ്ങനത്തെ ഒന്നുമല്ല, ഈ ഒരു സാധനമാണ് പറഞ്ഞത്. ഓക്കെ, നമുക്കിതിനി കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് തുറന്ന് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മളെടുത്ത് വെച്ചതിന് ശേഷം നമ്മളിത് ഓപ്പൺ ആക്കുന്നു. ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം വരും, പക്കാ പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പ്രൊജക്ടർ കാര്യങ്ങളൊക്കെ ഇതിനകത്താണ്ടിരിക്കണം, LED സംഭവമൊക്കെ. ഇത് വലിച്ചു പോയാൽ നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റിയിൽ കിട്ടും. ഇവിടെയാണ് മറ്റേ ലേസർ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇവിടെ മറ്റേ അല്ലാത്ത സാധാ ഗാലക്സി സാധനങ്ങൾ കാണിക്കാനുള്ളത്. പിന്നെ ബാക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ 3 സ്വിച്ചും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു നെബുല എന്ന് പറഞ്ഞാൽ മറ്റേ ആ സാധനം ഉണ്ടല്ലോ, അതും പിന്നെ ഓൺ ഓഫ്, പിന്നെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് അവിടെ കുത്താനുള്ളത്. നമുക്ക് ആ വയറെടുത്ത് കുത്തിയിട്ട് നോക്കാം. നമ്മൾ എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു എൻഡ് എടുക്കുന്നു, അതിൻ്റെ മൂട്ടിൽ കുത്തുന്നു. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡമ്മിനെ ഒറ്റ കൈ വെച്ച് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാന്നുള്ളേ ഉള്ളൂ. ഇത്തിരി പാടാണ് കുത്തി ഇറക്കാനായിട്ട്. എടുക്കുന്നു, എന്നിട്ട് നമ്മൾ ഇവിടെ വെക്കണതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റാൻഡിനെ നമ്മൾ എടുക്കണം. സ്റ്റാൻഡ് എടുത്തിട്ട് ഇതിനെ മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ഇവിടെ വെച്ചതിന് ശേഷം ഇതിനെ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇവിടെ നമുക്കത് പ്ലേസ് ചെയ്യാം. ഇതിങ്ങനെ ഇരുന്നു. പക്ഷേ ഇത് അത്ര ഉറപ്പല്ല ഈ സാധനം, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോ. ഇങ്ങനെ ജസ്റ്റൊക്കെ പിടിക്കുമ്പോൾ ഇത് ചരിഞ്ഞ് പോകാറുണ്ട്. എടുത്ത് വെച്ചിട്ട് വായി നോക്കിക്കൊണ്ട് നിന്നാൽ ഈ സാധനം തറയെ പോകും. എന്നിട്ട് നമ്മൾ ആ വയറിനെ എടുക്കുന്നു, ഇതുപോലൊരു ചാർജിങ് ബ്രിക്കിൽ കൊടുക്കുന്നു. 5 വാട്ട് ആയാലും മതിയുടെ, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ മറ്റേ 120-150 എടുത്ത് കുത്താൻ പോവണ്ട, ആദ്യം കുത്തിയാലും കുഴപ്പമില്ല. ഇതൊക്കെയാണ് ധാരാളം. ഞെക്കുന്നു, നമ്മൾ ഇതിവിടെ കൊടുക്കുന്നു. ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ഒരു സ്വിച്ച് താക്കുമ്പം ഇത് ഓൺ ആവും. നമ്മളിങ്ങനെ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്താണ് ഇത് ഓഫ് ആവണത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാക്റ്റ് ക്വാളിറ്റി ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യണം. അലക്സ ടേൺ ഓഫ് ലൈറ്റ്. എൻ്റെ അലക്സയാണ് ഗൈസ് ലൈറ്റ് ഓഫ് ചെയ്യണത്. ഗൈസ് ഇതാണ് ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. നമുക്കിതാ ഈ ലേസർ കാര്യങ്ങളൊക്കെ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് വേണ്ട, ഈ ഒരു സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്താൽ ആ ലേസർ പോവും. നമുക്കിതിപ്പം എത്ര ദൂരം വെക്കാമെന്ന് പറഞ്ഞാൽ ഇതിപ്പം നമ്മൾ ഇത്ര ഇവിടെ വെട്ടം ഉള്ളത് കൊണ്ടാണ്, ഈ പുറത്ത് ലൈറ്റ് ഇവിടെ കാണുന്നതുകൊണ്ടാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഇത്ര അടുത്ത് കൊണ്ട് വെച്ച് കാണിച്ചിരുന്നത്. നമുക്കിത് ഇങ്ങനെ മുകളിലോട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വാളിറ്റി ആയിരിക്കും വരുന്നത്. രാത്രി ലൈറ്റ് പോകുന്ന സമയത്ത് അതിനേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത് കറണ്ട് പോകുമ്പം വർക്ക് ചെയ്യത്തില്ല ഗൈസ്. അങ്ങനെ കറണ്ട് പോകുമ്പോൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പവർ ബാങ്കിലെല്ലാം കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് എത്ര നേരം വേണോ നമുക്ക് നോക്കാൻ പറ്റും. ഇതവിടെ സ്റ്റാർട്ട് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഇത് ചേഞ്ച് ആവുന്നതാണ് ഗൈസ്. കണ്ട കളർ മാറി വരണം, കണ്ട കഴിഞ്ഞ് കണ്ട പച്ച, നീല മാത്രം, റെഡ് മാത്രം, ജിയും ബിയും വന്നിട്ടുണ്ട്. ഇത് കൊടുക്കുമ്പം RGB നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുന്നതാണ് ഗൈസ്. ഇതാണ് ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. എങ്ങനെയുണ്ട്, സെറ്റല്ലേ? ഇവിടെ ഇത് കൊടുത്താൽ നമുക്ക് ആ ഒരു ലേസറും കൂടെ കിട്ടും. രാത്രി ഇതിലൊന്നും ലേസറിലൊന്നും ഡയറക്റ്റ് നോക്കല്. നിങ്ങൾക്ക് വേണം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഞാൻ കണ്ണടച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് ആ ഒരു സാധനം. ഓക്കെ, ഇങ്ങനെ ഈ സാധനമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് അപ്പോൾ ആ സാധനത്തിൻ്റെ ക്വാളിറ്റി. ഞാൻ പറഞ്ഞില്ല, ഇത് എടുക്കുമ്പോൾ ഇത് ഇളവുന്ന വേണ്ട. ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് വയ്ക്കുക. ഇവിടെയാണ് എൻ്റെ 3M ഡബിൾ സൈഡ് ടേപ്പെല്ലാം വാങ്ങിച്ചാൽ ഇത് നിങ്ങൾക്ക് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. നമ്മളിതിപ്പം നിങ്ങളിത് കത്തിച്ചുകൊണ്ടിരുന്ന് കണ്ട് രസം പിടിച്ചിരിക്കുന്ന സമയത്ത് കറണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓഫാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പവർ ബാങ്ക് കണക്ട് ചെയ്താൽ ഈ സാധനം കിട്ടും. നൈസല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എന്ന് പറഞ്ഞാൽ ഈ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗൈസ്. നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ട കളർ എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ബൈ.